കൊല്ലം മഞ്ചലിയിൽ വയോജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. തൃശൂർ പുന്നപ്പറമ്പിൽ ഓണത്തോടനുബന്ധിച്ച് ഓണവിപണി ഉദ്ഘാടനം ചെയ്തു. പുന്നപ്പറമ്പ് ബാങ്കിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് TS ജോസഫ് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിലെ 174 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ. ജീവനക്കാർക്ക് ഭീഷണിയായ കെട്ടിടങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് പ്രതിപക്ഷം. കെട്ടിട നിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തൃശൂർ എറവിൽ കാർ സ്വകാര്യ ബസിന് പുറകിലിടിച്ച അപകടം. സംഭവത്തിൽ കാർ ഡ്രൈവർ സന്തോഷ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിലാണ് കാർ ബസിനടിയിൽ നിന്ന് പുറത്തെടുത്തത്. തൃശൂർ അതിരപ്പള്ളി റേഞ്ചിലെ കാലടി പ്ലാന്റേഷനിൽ രാജവെമ്പാലയെ പിടികൂടി. പാമ്പിനെ പിടികൂടിയത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ. 15 അടിയോളം നീളം വരുന്ന രാജവെമ്പാലയെ ഉൾവനത്തിൽ വിടാനൊരുങ്ങി വനപാലകർ. സൗരവൈദ്യോൽപാദന രംഗത്ത് പുതിയ ചരിത്രമെഴുതി ഗുരുവായൂർ ദേവസ്വം കാര്യാലയത്തിനും പാഞ്ചജന്യത്തിനും നടപ്പാക്കിയ 250 കിലോവാട്ട് സൌരോർജ്ജ പദ്ധതിയുടെ സമർപ്പണം ഇന്ന്. ചടങ്ങ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ എളവള്ളിയിൽ ആയുഷ് മിഷൻ വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് GO ഫോക്സ് ഉദ്ഘാടനം ചെയ്തു.